ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ തിരുവല്ല വരെ വന്നതാണ്. അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ശ്രീന്തി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് വൈകി. ഉച്ചയ്ക്ക് 2:30 നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അപ്പം ശ്രീന്തിക്ക് ഒരുപാട് വിശന്നിട്ട് തീരെ വയ്യാതിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു 2:30 ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ചോറും ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീന്തി ബിരിയാണി ചോറ് കഴിക്കാറേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചോറ് പറഞ്ഞു. ഇപ്പോൾ ചോറ് കിട്ടി. അത് ശ്രീന്തിക്ക് ഒരു പ്ലേറ്റ് വാങ്ങിച്ച് അവൾക്കും ചോറൊക്കെ കൊടുത്തു. ശ്രീന്തിക്ക് സാമ്പാർ, പപ്പടം, അച്ചാർ, അവിയൽ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മീൻ വാങ്ങിയില്ല. ഇപ്പോഴത്തെ മീനൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മീനൊന്നും വാങ്ങിയില്ല. ഞാൻ വെള്ളച്ചോറായതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. ഈ ഹോട്ടലിലൊക്കെ കയറുമ്പം സാധാരണ കിട്ടുന്ന വെള്ളച്ചോറാണല്ലോ. അപ്പോൾ എനിക്ക് ഈ വെള്ളച്ചോറ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ശ്രീന്തി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ടേബിളിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞു വാവ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു വാവ ഇങ്ങനെ കുസൃതിയൊക്കെ കണ്ടുകൊണ്ട് ശ്രീന്തി ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ കൂട്ടമുണ്ടെന്നൊക്കെ എന്നോട് പറയുകയാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, വെള്ളച്ചോറെങ്കിൽ വെള്ളച്ചോറ് പറഞ്ഞാൽ മതിയായിരുന്നു. ബിരിയാണി കാത്തിരുന്നിട്ട് എത്രയോ നേരമായി. ഇവരിരുന്ന് കളിയാക്കുന്നുണ്ട് എന്നെ ബിരിയാണി കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീന്തി എന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കളിയാക്കുക, അമ്മയുടെ ബിരിയാണി വന്നില്ലല്ലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും എൻ്റെ ബിരിയാണി വന്നു. കണ്ടപ്പോൾ ഒക്കെ നല്ല ചന്തമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് പ്ലേറ്റിലോട്ട് എടുക്കുവാണ്. ഈ ബിരിയാണി ചോറ് സാധാരണ ഞാൻ എവിടെ ചെന്നാലും ഈ വെള്ളച്ചോറ് വേണ്ടാത്തതുകൊണ്ട് ബിരിയാണി ചോറ് പറയാറാണ് പതിവ്. അപ്പോൾ ബിരിയാണി ഞാനെടുത്ത് പാത്രത്തിലിട്ട് ഒരു വാ ഞാൻ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും. പിന്നെ എനിക്ക് വേണ്ട. പിന്നെ ആരെ ഇത് പിടിച്ച് ഏൽപ്പിക്കും എന്നുള്ളതാണ് പിന്നെ എൻ്റെ പണി. അപ്പോൾ സാധാരണ എവിടെ പോയാലും സംഭവിക്കാറ് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ഞാൻ പാത്രത്തിലോട്ടിട്ടു, ഒരു വാ കഴിച്ചു. അപ്പം തന്നെ എനിക്ക് പിന്നെ ബിരിയാണി വേണ്ട. ഞാനിങ്ങനെ പതിയെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചിക്കൻ പീസൊക്കെ ശ്രീന്തിക്ക് കൊടുത്തു. അപ്പോൾ ആൾക്ക് വളരെ കുശാലായി. ചോറിൻ്റെ കൂടെ ചിക്കൻ പീസും കൂടെ കിട്ടപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ഈ ബിരിയാണിയെ ആരെ പിടിച്ചേൽപ്പിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിലോട്ട് ടാസ്ക്. അപ്പോൾ സുൽത്താനെ ഞാൻ പതിയെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി കുറച്ച് സുൽത്താൻ്റെ പാത്രത്തിലോട്ട് ഇട്ടു. അങ്ങനെ സുൽത്താനും കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 3 പേരും വിശന്നിരുന്നുകൊണ്ട് കഴിച്ചു. അപ്പോൾ ഇതുപോലെ ബിരിയാണി വാങ്ങിച്ചിട്ട് കാണുമ്പോൾ തന്നെ വയറ് നിറയുന്ന എത്ര പേരുണ്ട്. ഞാൻ ആ കൂട്ടത്തിലാണ്. കാണുമ്പോഴേ എനിക്ക് വയറ് നിറയും. പറയുന്ന പോലെയല്ല. ഞാൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എല്ലാം വേണമെന്ന് പറയും, പക്ഷേ കഴിപ്പ് വളരെ കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കഴിപ്പ് കണ്ടാലേ അറിയാം. ഇങ്ങനെ കഴിച്ച് ഞങ്ങൾ 3 പേരും പിന്നെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ശ്രീന്തിക്ക് അങ്ങോട്ട് കയറിയപ്പോഴേ പറഞ്ഞു, ഇത് മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോഴേ പറഞ്ഞു, ആ ഊഞ്ഞാൽ കണ്ടപ്പോഴേ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് നേരം ആടിയിട്ട് വേണം പോവാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ആട്ടി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പുറത്തിരുന്നിട്ട് ശ്രീന്തി അതിലിരുന്ന് കുറച്ച് നേരം ആടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് ഒരുപാട് വൈകി. ഞങ്ങൾ താമസിച്ചു, ഒരുപാട് വൈകിയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.